ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വോയിസ് സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ തുമ്പമ്മയുടെ ബർത്ത്ഡേ വ്ളോഗാണ്. എത്ര പെട്ടെന്നാണ് എൻ്റെ തുമ്പി വലുതായെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. 3 വർഷം ഓളെൻ്റെ കയ്യിലേക്ക് കിട്ടി 3 വർഷമായി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തന്നെ അത് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷേ ഓളെ ഓരോ വർത്താനവും പിന്നെ ഓളെ കളിയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കുട്ടി വലുതാവുകയാണ് കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ അന്ന് അനുഭവിച്ച ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതായത് ദൃശ്യ പെൺകുട്ടിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴുള്ള സന്തോഷം, അത് കേട്ടോ. തുമ്പി മോളെ, തുമ്പിയേ വാ, നമുക്ക് അമ്പലത്തിൽ പോണ്ടേ? വാ. ആരുടെ അത്? വാ വാ, നമുക്ക് അമ്പലത്തിൽ പോണം, പുതിയ ഉടുപ്പിടണം. ഈശ്വര, ചവിട്ടി കൂട്ടിക്കളയും ഞാൻ. അച്ഛനാണെന്ന് ഞാൻ നോക്കൂലെന്ന്. എണീക്ക് അമ്മേന്റെ സുന്ദരി മോളെ, എണീക്ക്. സുന്ദരിയാണ്. അതെ, ചുണ്ട് നോക്കുകയാണ് കേസ്. ഞങ്ങള് എങ്ങനെ എണീറ്റ ചുണ്ടാർത്താനുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുന്ന ശീലമുണ്ട്. ഓക്കെ, ഇനി എണീക്കോ? എണീക്ക്. ഏട്ടനൊക്കെ എണീറ്റതാ കുളിക്കാൻ പോവാ. അല്ലൂച്ചൊക്കെ എണീറ്റിട്ടില്ല മോളെ, കുളിക്കാൻ പോവാ. അച്ഛനീ ഹാപ്പി ബർത്ത്ഡേ തുമ്പി പറയ്. ഞങ്ങള് ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ തുമ്പി താങ്ക് യു പറ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. ഏട്ടൻ പറയ്. ചേട്ടൻ വന്നിട്ടുണ്ട്. താങ്ക് യു പറ. താങ്ക് യു ഏട്ടാ പറയ്. എണീക്കാൻ പറഞ്ഞ അവിടെ 2 കുട്ടികൾ എണീറ്റ് എണീറ്റ് കൂടെ അങ്ങട്ട്. അങ്ങനെ തന്നെ, അങ്ങനെ എണീറ്റ്. എന്താ ഉറക്കത്തിൽ അടി ഇട്ടീണോ കണ്ണിന്? എണീക്ക് പോലീശ പറയ്. ബർത്ത്ഡേ കുട്ടിയേട്ടാ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു പറ. കുളിക്കാം. കുളിച്ചിട്ട് അമ്പലത്തിൽ പോവാം നമുക്ക്. ഓക്കെ അമ്മ പറ. എന്തത്? ഓക്കെ. ബർത്ത്ഡേ ആയിട്ട് രാവിലെ തന്നെ ഏട്ടൻ പൈസയൊക്കെ തന്നോ? താങ്ക് യു പറ. ഒരു ഉമ്മ കൊടുക്ക പോയിട്ട്. അച്ഛനെ ഇപ്പൊ കുളിക്കാം. കുളി കഴിഞ്ഞ മക്കളെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ച് ഞാൻ കുളിക്കാനൊക്കെ പോവാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോകാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. തുമ്പമ്മേനെ മുടിയൊക്കെ ഒന്ന് ഉണക്കി കൊടുക്കുകയാണ് വൈശാട്ടൻ. തുന്തരി ആയല്ലോ പറയൂ. ആണോ? എപ്പോ? ഫോട്ടോ എടുക്കല്ലേന്നോ? എടുക്കില്ല, അമ്മ വെറുതെ പിടിച്ചിട്ടേ ഉള്ളൂ. ആരാ പറയത്? ഏട്ടനാ, ട്രൗസർ ഇട്. ഇത് മോക്കല്ല, അത് മോള് തേക്കരുത് കേട്ടോ. ഇത് വലിയ ആൾക്കാർ തേക്കുന്നതാണേ. അപ്പോൾ ഓള് പറഞ്ഞോണ്ട് തന്നെ ഓള് സുന്ദരിയായി നിങ്ങൾ എല്ലാവരും പറയണം കേട്ടോ. ഇപ്പൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് എല്ലാവരും അത് പറഞ്ഞില്ലേ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങുന്നത് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ഇവിടെ തുമ്പമ്മയാണല്ലോ. താഴെ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ഹെയ്സും വൈശാട്ടം റെഡി ആയിട്ട് ഞങ്ങളൊക്കെ റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ കല്യാണി വരുന്നില്ല, ഇനിയോളെ രാവിലെ കുളിപ്പിക്കേണ്ടേ ഹെയ്സുവിനെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇതാ ഇവരോടൊക്കെ പറഞ്ഞ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും വക തുമ്പമ്മയ്ക്ക് പിറന്നാളായിട്ട് ഉമ്മയൊക്കെ കിട്ടി. അതല്ലെങ്കിൽ ഇപ്പോൾ പിറന്നാളാണല്ലോ അല്ലെങ്കിലും ഒക്കെ രാവിലെ എണീറ്റ് വന്നിട്ട് ഒരു കൊഞ്ചലുണ്ട് കേട്ടോ നമ്മളെ തുമ്പമ്മയ്ക്ക്. എല്ലാവരും അടുത്തൊരു കൊഞ്ചിക്കളിയും ഒരു ഉമ്മ കൊടുക്കലും വർത്താനവും ഒക്കെ കഴിഞ്ഞിട്ടാണ് 31 നോർമലിലേക്ക് വരിക. അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. ഇത് വയനാട്ടിലെ അമ്മമ്മ തുമ്പിക്ക് ഡ്രസ്സ് വാങ്ങി കൊടുത്തതാണ് കേട്ടോ. അതുപോലെ ചെരുപ്പ് എൻ്റെ ഗിഫ്റ്റാണ്. ഞാൻ മീഷോ കേട്ടോ പർച്ചേസ് ചെയ്തത്. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണ് കേട്ടോ. അത് ഞാൻ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അമ്പലത്തിൽ പോവാണ്. ആദ്യം ഞാൻ വിചാരിച്ചു അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. മിനി ഗുരുവായൂർ എന്നൊക്കെയാണ് അവിടെ പറയുക, ചാത്തമംഗലം ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ പോകാമെന്നായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഞാൻ പ്ലാൻ മാറ്റി, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ നട ഇറക്കുമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അരീക്കുളങ്ങരയിലേക്ക് പോകാൻ വിചാരിച്ചു. ഞങ്ങൾ എപ്പോഴും അരീക്കുളങ്ങര തന്നെയാണ് പോവാറ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചാണ്, പക്ഷേ നടന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് പോണത് കേട്ടോ. പൊന്നൂസും ഉണ്ട് കൂടെ. പൊന്നൂസ് തലേന്ന് വന്നതാണ്. സംഭവം തലേന്ന് വയനാട്ടിൽ പോകാൻ വന്ന ചെക്കനാണ്. ഞങ്ങൾ വിട്ടിയില്ല, അങ്ങനെ ഇവിടെ പിടിച്ച് നിർത്തി. അങ്ങനെ ഞങ്ങൾ പിറന്നാളോടെ കഴിഞ്ഞിട്ട് പോയത് പറഞ്ഞ് എല്ലാവരും പാടെ ഇനി അമ്പലത്തിൽ പോട്ടെ. അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ. വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ളവർ മാത്രം തന്നെ ഉള്ളൂ ഈ ഒരു ഫംഗ്ഷൻ. അല്ല നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല. ആരിപ്പോൾ ഭയങ്കര ക്ലോസ് കോൺടാക്റ്റിലിരിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ ആരും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അരീക്കുളങ്ങര അമ്പലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അപേക്ഷിച്ച് ഞാൻ പണ്ടൊട്ടേ പോണൊരു അമ്പലമാണ്. പിന്നെ ഞങ്ങളെ കല്യാണത്തിന് മുമ്പേ ഞങ്ങൾ ഷൂട്ട് ചെയ്ത അമ്പലമാണ്.
പിന്നെന്താണ് അതിൻ്റെ മുന്നേ ഞങ്ങൾ സ്നേഹിക്കുന്ന കാലത്ത് ഞങ്ങൾ നമ്മൾ കണ്ടുമുട്ടിയിരുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ ഈ കുളമൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. പക്ഷെ അവിടെ ഇപ്പോൾ അടച്ചിരിക്കുക, നമ്മളവിടെ കാലെഴുതാനൊന്നും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പായസമൊക്കെ കഴിപ്പിച്ച് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചു. നമ്മളെ തുമ്പമ്മയുടെ നാളെ തൃക്കേട്ടയാണ് കേട്ടോ. ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നാളെ ഏതാണെന്നുള്ളത്. ഞങ്ങൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിച്ചുകൊണ്ട് തന്നെ പൂജ കഴിയേണ്ട സമയം വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവരെയും കൊണ്ട് നിൽക്കുമ്പോൾ കുറച്ച് പാട് തന്നെയാണല്ലോ. ഇവരെ ഓടിക്കളിയും ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചുമ്പോഴതിലെ വലയും. പിന്നെ നല്ല അടിപൊളി മഴയും പെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആര്യനെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. തുമ്പമ്മയെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അപ്പോഴത്തേക്കും പൂജയൊക്കെ കഴിഞ്ഞ് നമ്മൾ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു പോരുന്നുണ്ടായിരുന്നത്. അവിടെ അടുക്കളയിൽ എന്താ ആയത് അമ്മച്ചിയാണ് ഈ സമയത്ത് എനിക്കറിയില്ല. കാരണം രാവിലെ എണീറ്റ് കുളിച്ച് മക്കളെയൊക്കെ കുളിപ്പിച്ച് ഇങ്ങോട്ട് നേരെ പോകുന്നതാണ്. അവിടെ പോയി നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചു പോരുമ്പം ഇന്നൊരു സംഭവം ഉണ്ടായി ഗൈസ്. ഈ ഇടയായിട്ട് എനിക്ക് മറവി നന്നായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ ചെരുപ്പ് ഞാൻ അവിടെ വെച്ചിട്ട് പോന്ന്. ഓ മൈ ഗോഡ്, എൻ്റെ നല്ല ഇഷ്ടപ്പെട്ട ചെരുപ്പായിരുന്നു. അപ്പം അരീക്കുളങ്ങര അമ്പലത്തിലാണ് എൻ്റെ ചെരുപ്പുള്ളത്. അത് ഇപ്പോഴൊന്നും ഞാൻ അറിയുന്നില്ല, അതാണ് കോമഡി. കാരണം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ വണ്ടി നിർത്തണ്ട, നമുക്ക് അപ്പുറത്ത് താത്തേൻ്റെ വീട്ടിൽ വെക്കാം. ബിക്കോസ് ഇനി അവിടെ ഫ്രണ്ടിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഒരു വരില്ലേ. അപ്പോൾ നമുക്ക് അപ്പുറത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കാർ കൊണ്ടുപോയിട്ട് താത്തേൻ്റെ വീട്ടിൽ വെച്ച് ഇറങ്ങാൻ നോക്കുമ്പോൾ ചെരുപ്പ് കാണുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ അമ്പലത്തിൽ ചെരുപ്പ് വെച്ചിട്ടാണ് വന്നതെന്ന്. എൻ്റെ ഒരു ബുദ്ധിയില്ലേ, ഇതൊരു കഷ്ടമാണ്. മറവി അതൊരു തെറ്റല്ലല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു. ഇനി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഡെക്കറേഷനുള്ള ആൾക്കാർ വരുന്നൊക്കെ സെബുത്ത വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിലെ പ്രസാദം കണ്ടാൽ പിന്നെ അച്ഛനും അമ്മയ്ക്കും അതൊരു ഭയങ്കര ഹരമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു റൊമാൻസ് കളിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തതാണ്. എൻ്റെ പിന്നാമ്പുറത്ത് ഞാൻ കഥകളൊക്കെ പറയണ്ട, അച്ഛാരും ഉമ്മ ഇങ്ങോട്ട് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടാണ് ഈ പറയണൊക്കെ എന്നുള്ളത് ഇവർക്ക് അറിയാം. അവരെന്ത് ചെയ്യാനൊക്കെ തിരിഞ്ഞ് നോക്കുക എവിടെയെങ്കിലും എൻ്റെ ക്യാമറ ഉണ്ടോയെന്ന്. കാരണം നമ്മൾ ഒളിക്യാമറേൻ്റെ ആളാണല്ലോ. അങ്ങനെ അവിടെ അതാ ബ്രൂട്ടീഷൻ നടന്നുകൊണ്ടിരിക്കുക. അച്ഛനാകുമ്പോൾ രാവിലെ തൊട്ടിട്ട് പിന്നെ ഒരു ബ്രൂട്ടീഷൻ കഴിഞ്ഞാലേ പുറത്തിറങ്ങുള്ളൂ. ഇനി ആരെ പോയി തിരിച്ചു വന്നാൽ ഒരു ബ്രൂട്ടീഷൻ, അങ്ങനെ ഒരു ചലിക്കുന്ന ബ്രൂട്ടീഷനാണ് ഞങ്ങളുടെ ഡാഡി. അങ്ങനെ ഇതാ കണ്ടോ, അങ്ങനെ ഇയാൾ നോക്കി നിന്നോന്നാണ് അമ്മ പറയണത് കേട്ടോ. അങ്ങനെ ഹേസ് ഇവിടെ കാര്യമായിട്ടുള്ള തകൃതിയായ കരച്ചിലാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഡെക്കറേഷനുള്ള ഐറ്റംസൊക്കെ താത്ത കൊടുത്തയച്ചതാണേ. അപ്പം അതവിടെ നടക്കട്ടെ. നമ്മളിവിടെ വന്ന് പിന്നെ ഹേസുവിനെ കുറച്ച് നേരം ഇങ്ങനെ മണത്ത് ഞൊറിഞ്ഞിരുന്നില്ല, എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല ഗേസ്. അപ്പോൾ അത് ഓളിപ്പോൾ ഉമ്മ തരാനൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മയാണോ ഓൾ എന്താ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അപ്പോൾ അതല്ലേന്നൊന്നും പറയാൻ അറിയാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇത് വീഡിയോ പാട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അച്ഛമ്മയും മക്കളൊക്കെ ഫുൾ തുള്ളലിൻ്റെ ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ക്യാമറ ഓൺ ആക്കണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അമ്മ തിരിഞ്ഞ് നോക്കി. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഇപ്പം എൻ്റെ ക്യാമറേനെ പേടി കുറച്ച് കുറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പോൾ ഡെക്കറേഷൻ നമ്മൾ വന്നിട്ടുണ്ട്. സെബുത്തയാണ് ബറാക്ക ഈവൻസ്. ഞാൻ എപ്പോഴും പിന്നെ നമ്മുടെ എല്ലാവർക്കും അവർ തന്നെയാണ് ഏൽപ്പിക്കാറ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ അമ്മ രാവിലെ തുടങ്ങിയ പരിപാടിയാണ് അടുക്കളയിൽ. അതൊക്കെ കഴിഞ്ഞ് അമ്മ ഒരു ഉറക്കമാണ് കേട്ടോ. ഈ ഒരു ഉറക്കം അമ്മയ്ക്ക് ശീലമാണ്. കിടക്കേ കിടന്നാൽ പോലും അമ്മയ്ക്ക് ഇത്രയും നല്ലൊരു ഉറക്കം കിട്ടുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ കൊലായിക്കത ഈ ഒരു അവസ്ഥയിലാണുള്ളത്. ബലൂണൊക്കെ സെറ്റാക്കി ഒരു ഫ്ലക്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത്തവണ നമ്മളെ സദ്യയൊക്കെ വേഗമായിട്ടുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് എല്ലാം തലേന്നേ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ആയി. ഒരു കുഞ്ഞ് സദ്യ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ചെറുതായി മഴയൊക്കെ പൊടിയുമ്പോൾ ഒരു പേടിയായിരുന്നു കേട്ടോ. ഈശ്വരാ പരിപാടി കുളമാവല്ലേന്ന്. പക്ഷെ ദൈവം സഹായിച്ച് പരിപാടി അങ്ങനെ കുളമായില്ല. പിന്നെ ഇതെന്ന് വെച്ചാൽ ഏട്ടൻ താഴെ ചെടി ഉണ്ടാക്കിയിട്ട് മുകളിൽ കൊണ്ടുവന്ന് തൂക്കി ഇട്ടിട്ടുണ്ട്. മുൻപും ഉണ്ടായിരുന്നത് നനയ്ക്കാതെ നശിച്ച് പോയതാണ്. പക്ഷേ ഇത് നനയ്ക്കണേ എന്ന് എന്നോട് പറഞ്ഞുകൊണ്ടാണ് മുകളിൽ കൊണ്ടുപോയി തൂക്കിയിട്ടത്. പിന്നെ നമ്മൾ തുമ്പമ്മയ്ക്ക് ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ്. കല്യാണി വിളക്കൊക്കെ കത്തിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിഭവങ്ങൾ ഓരോന്നായി വിളമ്പുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചടി, ഉപ്പേരി, അച്ചാറ്, പുളി, പിന്നെന്തായിരുന്നു അവിയൽ, കൂട്ടുകറി, പുളി പറഞ്ഞില്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പപ്പടം, ചോറ്, സാമ്പാർ, പായസം. നമ്മൾ അവൾക്ക് വിളമ്പി കൊടുത്തിനി അവളുടെ ഒരു ആർമാദിക്കലായിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. പക്ഷെ ഒറ്റയ്ക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അല്ലൂട്ടന് ഇപ്പോഴും ഞാൻ വാരി കൊടുക്കണം. ഇനി എന്തിനും ഇപ്പോൾ ദോശ മുറിച്ചിട്ട് കൊടുത്താൽ പോലും അമ്മ ഇത് വായിൽ വെച്ചിരുമെന്നാണോ എന്ന് ചോദിക്കുക കേട്ടോ. പക്ഷെ തുമ്പി അങ്ങനെയല്ല, തുമ്പിക്ക് എല്ലാം സ്വയം കഴിക്കണം. ഞാൻ വാരി കൊടുത്താൽ പോലെ എനിക്ക് വാരി തരില്ല, ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചോളൂ എന്നാണ് പറയുക കേട്ടോ. എല്ലായിടത്തും ആദ്യത്തെ മക്കളും രണ്ടാമത്തെ മക്കളും നമ്മുടെ ഡിഫറൻസ് ഇതാണെന്ന് ഞാൻ കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഞങ്ങൾ അരമണിക്കൂർ മുന്നേ പുറപ്പെട്ടു എന്ന് പറയുന്ന ഇന്നസെൻ്റിൻ്റെ ഡയലോഗാണ് എനിക്ക് അമ്മേൻ്റെ കാര്യത്തിൽ ഓർമ്മ വന്നിട്ടോ. റീനമ്മയും ഉണ്ണേശനും 2 ദിവസം മുന്നേ വീട്ടിലെത്തിയിരുന്നു. പക്ഷെ എവിടേക്ക് ഇപ്പം വരും, രാവിലെ വരും, ഉച്ചയ്ക്ക് വരും, ഇപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ പോലെ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല, ലേറ്റ് ആയിരുന്നു. പച്ചടി, ഉപ്പേരി, പുളി, കൂട്ടുകറി, അതെന്തായിരുന്നു, അവിയൽ, ചോറ്, ചെറിയമ്മന്റെ വക സാമ്പാർ, ചെറിയമ്മന്റെ പാമ്പാർ, പപ്പടവും കൂടെ വേണം അല്ലേ.
സൺഡേ അല്ലേ ഇന്ന്? പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്ക്, എന്നിട്ട് കഴിക്ക്, പ്രാർത്ഥിക്ക്. ദൈവമേ പ്രാർത്ഥിക്ക്. പ്രാർത്ഥിച്ചോ? ആ ഇനി എടുത്തോ, ഇനി കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. ആ മോൻ തരേ. ചോറൂട് കണ്ട് പഠിച്ചാൽ തോന്നുന്നു എല്ലാവർക്കും തിരിച്ചു നമ്മൾ ഇവിടെ ചൊക്കാഴ്ചട്ടെ. അപ്പൊ മനസ്സ് കഴിഞ്ഞ് ഞാൻ പോയിക്കോട്ടെ. ഇത് ലൈറ്റ് എങ്ങനെയുണ്ട്? സൂപ്പർ പറഞ്ഞോക്ക്. സൂപ്പർ. പുളി തൊട്ടൊക്കെ പുളി സൗകര്യം മുര എങ്ങണ്ട്? ഇഷ്ടണ്ട്. എക്സ്പ്രഷൻ അവിടെ അവിടെ കാണിച്ചില്ല. പുളി മതി. ഇനി അടുത്ത ഒത്തിരി ഇനി ഇത് കൂട്ടുകറി. കൂട്ടുകറി ഇതും കൂട്ടുകറി. പറയ് ഉപ്പേരി. ആ കഴിക്കും. ഫാന്റാസ്റ്റിക് പറ. അതമ്മ കൂട്ടിത്തരാം. മോള് പറഞ്ഞോടുക്ക്. ഫാന്റാസ്റ്റിക് ഫാന്റാസ്റ്റിക് പപ്പടം. ആ ഫാന്റാസ്റ്റിക്കിന് കുറച്ച് സോറി ഇളക്കുന്ന പച്ചടി. ഇത് അഭിനയിക്കുന്നോ? കല്യാണി കഴിക്കുന്ന തൊട്ടിട്ട് വെറുതെ കഴിക്കുന്നത്. അതൊക്കെ തൊട്ട് തിന്ന് അടവർക്കല്ലേ. അങ്ങണ്ട് എന്ത്? ആ സവരയിലെ മുറാത്. ആ അല്ല സെറ്റാണേ. വേസ്റ്റ് ആക്കണ്ടേ. അങ്ങനെ പിന്നുമ്പോഴത് ആ അല്ലുട്ടനും ഓരോന്നായി വിളമ്പി കൊടുത്തു. പക്ഷേ ഓന് മെയിനായിട്ട് വേണ്ടത് പുളിയാണ്. ഈ പുളി എരിവുള്ള ഐറ്റംസൊക്കെയാണ് മൂപ്പർക്ക് കൂടുതലിഷ്ടം. ഇങ്ങനെയൊക്കെ വിളമ്പുന്നതിൽ വലിയൊരു സംഭവം കാണിക്കുമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഇതൊക്കെ തിന്ന് മറിക്കുന്നു. പക്ഷേ ഇല്ല ഗൈസ്, ഇതൊക്കെ ഞാൻ തന്നെ പോയി വാരി കൊടുത്താൽ തന്നെ ഇത് നടക്കുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഇത്തിരിയെങ്കിലും വാരി കഴിക്കാൻ എന്നുവെച്ചാൽ എനിക്ക് പേടിച്ചാൽ അടുത്ത വർഷം തൊട്ട് 1ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ കഴിക്കുന്നൊക്കെയുള്ള ടെൻഷൻ ഞാൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ. അപ്പം അമ്മയൊക്കെ പറയാം അതൊക്കെ അങ്ങോട്ട് കഴിച്ചോളൂ, ഇതൊക്കെ ആരും ആദ്യം പഠിച്ചിട്ടാണോ എന്നൊക്കെ പറയും. പക്ഷേ എന്നാലും എനിക്കൊരു ടെൻഷൻ തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഓന് ഉരുട്ടി കൊടുക്കുകയാണ്, തിന്ന് തീറ്റിക്കുകയാണ്. തുമ്പമ്മ അവിടെ നിന്ന് ഒറ്റയ്ക്ക് കഴിക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് കുട്ടി കഴിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ വാരിയൊക്കെ കൊടുത്തു. എനിക്ക് ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ വലിയതില്ല കേട്ടോ. ഇവർക്ക് രണ്ടാക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുക. അല്ലെ ഞാൻ കഴിച്ചിട്ട് ഇവർ രണ്ടാക്കും കൊടുക്കുക. അല്ലാതെ എനിക്ക് ഒരേ ഇതൊന്നും ഇങ്ങനെ എല്ലാവർക്കും പാടെ കൊടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിൻ്റെ വിശപ്പ് എന്താ പറയുക കറക്റ്റായിട്ട് മാറുകയില്ല. അതുപോലെ തന്നെ ഇവർക്ക് എത്ര കൊടുത്തു എന്നുള്ള എനിക്കൊരു ഇതുണ്ടാവില്ല. എനിക്ക് ഒരു ഇത്ര എമൗണ്ട് ഇവർ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ആദ്യം അച്ഛനും വൈശാട്ടനും പൊന്നൂസും മക്കളും എല്ലാ അച്ഛനൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഇത്തേനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ബറാക്ക ഇവൻസിൻ്റെ നമ്മുടെ സ്വന്തം സെബുത്തയാണ്. നമുക്ക് എന്താ പറയുക എനിക്കൊരു സ്വന്തം ചേച്ചീനെ പോലെയാണ് കേട്ടോ. നമ്മളിവിടെ എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഇവൻ്റൊക്കെ ഞങ്ങൾ ഇത്തയ്ക്ക് തന്നെയാണ് ഏൽപ്പിക്കാറ്. ഡെക്കറേഷനൊക്കെ ഇത്ത തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഇത്തയ്ക്ക് ഇനിയിപ്പോൾ എത്ര ബിരിയാണി വാങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്തയ്ക്ക് ഈ സദ്യ കഴിക്കുന്നതിന് സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ സദ്യപ്രേമികളാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും പാടെ ഇരുന്നിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല സദ്യയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇവിടുത്തെ സദ്യ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓണം, വിഷു, പിറന്നാൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സദ്യ ഉണ്ടാക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇടയ്ക്ക് നമുക്ക് തോന്നും ആ സാമ്പാർ കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ അപ്പം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയപ്പം ഏകദേശം നമ്മളെ ഡെക്കറേഷനൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് സ്പേസിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ അത്ര ആളല്ലേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ഇത് അമ്മയും ഉണ്ണിച്ചും കൂടെ കറക്റ്റ് ടൈമിനാണ് കയറി വരുന്നത് കേട്ടോ. അമ്മേനോട് ഞാൻ ഇച്ചിരി പരിഭവത്തിലൊക്കെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഇത്രയും ലേറ്റ് ആയില്ലേ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വരണ്ടില്ലേനോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഉണ്ണിച്ചനും അപ്പും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ത നമ്മളോട് ബായ് പറഞ്ഞ് പോവാണ് കേട്ടോ. ബെല്ലിനെ കാണാൻ ഇത്തയ്ക്ക് പേടിയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് അതിനോടൊക്കെ ബായ് പറഞ്ഞ് പോവാണ്. അപ്പോൾ ഇനിയിപ്പം ഇത്ത പോയി കഴിഞ്ഞ് ഇനി നാളെ ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഊരാൻ വേണ്ടിയിട്ട് ഇത്തേൻ്റെ അസിസ്റ്റൻറ്റ് വരും. അങ്ങനെ അപ്പം എല്ലാവരും വന്നു. ഇനി ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കട്ടെ.
തുമ്പമ്മയ്ക്ക് പിന്നെ ഉണ്ണിയച്ഛനെ അമ്മനെ കാണുമ്പോൾ വല്ലാത്തൊരു കൊഞ്ചലും ഒരു നാണവും ഒക്കെ കലർന്ന ഒരു എക്സ്പ്രഷനാണ് കേട്ടോ. അപ്പോൾ ഇതാ വേഗം എല്ലാവരും എടുത്ത് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട് തുമ്പമ്മയ്ക്ക്. തുമ്പമ്മയുടെ ഗിഫ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ, അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുക. കാരണം ഇതന്നെ ഓൾറെഡി ലെങ്തിയാണ്, നിങ്ങൾക്ക് ബോറടിക്കുമെന്നൊന്നും അറിയില്ല. പിന്നെ ഞാൻ അങ്ങനെ വായിട്ടലിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അമ്മയും ഉണ്ണിയച്ഛനും വന്നിട്ട് 2 ദിവസമായിട്ടോ വീട്ടിലുണ്ടായിരുന്നു. ഇനിയിപ്പം ഇന്ന് ബർത്ത്ഡേ കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ട്രെയിനിന് തിരിച്ച് പോവുകയും വേണം കേട്ടോ. അതുകൊണ്ട് മുമ്പ് പ്രോഗ്രാമൊക്കെ ആസ് സൂൺ ആസ് പോസിബിൾ തീർക്കണം എന്നാണ് വിചാരിക്കുന്നത്. വേഗം പരിപാടിയൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവർക്ക് പോവുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും പാടെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരെണ്ണിക്ക് വിശക്കുണ്ട്, വേഗം ചോറെടുത്ത് വന്നിട്ടോ. കാരണം വിശപ്പ് ഞങ്ങൾക്ക് രണ്ടാക്കും സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആര്യ എവിടെ ഫംഗ്ഷൻ ഇല്ലല്ലോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആര്യ തൃശ്ശൂർ ആയതുകൊണ്ടാണ് കേട്ടോ വരാൻ പറ്റാഞ്ഞത്, തൃശ്ശൂരാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു ഫംഗ്ഷനിൽ ആര്യനെയും കട്ടേനെയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ട്. കട്ട രാവിലെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ആര്യൻ രാവിലെ വീഡിയോ കോൾ ചെയ്ത് മോളെ കണ്ട് വിശ്വസൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വേഗം അവർക്ക് ഫുഡ് കൊടുക്കട്ടെ, നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചാണല്ലോ. അവർ ഇനിയിപ്പോൾ ഫുഡ് കൊടുത്തിട്ട് ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. വേറെ പരിപാടി ഒന്നുമില്ല, ഈ തുമ്പീനെ ഉറക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇവരെല്ലാവരും കണ്ടുകൊണ്ട് അവൾ ഉറങ്ങുമോ എന്നുള്ളത് ഭയങ്കര ഡൗട്ടാണ്. പക്ഷെ അവൾ ഉറങ്ങിയില്ലെങ്കിൽ പരിപാടി അവൾ കൊളാക്കി തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒന്നാമത്തെ പിറന്നാൾ എനിക്ക് അത്രയും ഓർമ്മയുണ്ട് മക്കളെ. നല്ല ഡ്രസ്സും ഡെക്കറേഷനും ഒക്കെ ആക്കി ആ ഡ്രസ്സ് ഇട്ട് കുറച്ചാൽ കഴിഞ്ഞപ്പോൾ നിൻ്റെ തുമ്പി അലമ്പായി. നമുക്ക് മര്യാദയ്ക്ക് ഒരു സിംഗിൾ പിക്ക് പോലും ഉള്ളത് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ ആവേദ ചോള ഞാൻ വേഗം ഉറക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. നടക്കില്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ അവരെല്ലാവരും പാടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഉണ്ണിയച്ഛനോട് ഞാൻ ആദ്യമേ പറഞ്ഞു, പത്തനംതിട്ടയിലെ സദ്യ പോലെയല്ല, ഇതിലൊരൊറ്റ ട്രിപ്പേ വരുന്നുള്ളൂ. അതായത് പത്തനംതിട്ടയിൽ 3 ട്രിപ്പായിട്ട് ആദ്യം പരിപ്പ്, പിന്നെ സാമ്പാർ കൂട്ടിയിട്ട്, പിന്നെ കാളം കൂട്ടിയിട്ട്, ഇങ്ങനെ 3 ട്രിപ്പ്. ഞാൻ അവിടെ പോയി സദ്യ കഴിച്ചപ്പോൾ ഞാൻ പഠിച്ചതാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്താണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ സദ്യ ഉണ്ണിയച്ഛന് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവർ വന്നപ്പോൾ ഹേസു നല്ല ഉറക്കത്തിലായിരുന്നേ. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഹേസു എണീറ്റ് വന്നത്. അപ്പോൾ ഹേസുവിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പു വേഗം പോയിട്ടോ. ഒക്കെ ആണുങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹേസുവിന്. നമ്മളെത്ര കൊണ്ടുവന്നിട്ടും കുളിപ്പിച്ചിട്ടും തീറ്റിച്ചിട്ടും ഒന്നും കാര്യമില്ല. കട്ട, വൈശാട്ടൻ, അച്ഛൻ, ഇപ്പോൾ ഉണ്ണിയച്ഛനാണെങ്കിൽ അപ്പു, പൊന്നൂസ്, അല്ലൂസ്, ഇത് അവരൊക്കെ മതി. ഓളൊരു ആൺകുട്ടികളോടാണ് അവൾക്ക് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഇതാ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ ആട്ടി ഉറക്കുകയാണ് കുഞ്ഞാവേനെ. ഒരു വലിയ കുഞ്ഞാവയാണ് ഗൈസ് നിങ്ങൾ തൊട്ടിലിൽ കാണുന്നത്. ആരാന്നുള്ളത് കാണിച്ചു തരട്ടെ. നിങ്ങളേക്ക് ഹേസു ആണ്, പക്ഷേ ഹേസു അല്ല. തുമ്പി അമ്മേനോട് പോയി റിക്വസ്റ്റ് ചെയ്തു, അമ്മമ്മേ ഇന്നതിൽ കിടത്തി ഹേസുവിനെ ആട്ടും പോലെ ആട്ടുമെന്ന്. ചെറിയ കുശുമ്പത്തിയാണല്ലോ നമ്മളെ തുമ്പമ്മ. അപ്പോൾ അത് ഓളെ കിടത്തി ആട്ടുകയാണ് കേട്ടോ. ഓൾ കാര്യമായിട്ട് കിടന്ന് കുഞ്ഞാവ കളിക്കുന്നുണ്ട്. പക്ഷെ കണ്ടപ്പോൾ ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നി. പിന്നെ അത് ഏട്ടനടുത്ത് അങ്ങ് ഉഷാറാക്കിയിട്ടുണ്ട്. എനിക്ക് പേടിയാണ്, ഇവളെ കയറ്റി കിടത്താൻ അവനാവൂല. എന്നാലും ഞാൻ ഹേസുവിനൊന്ന് കിടത്തുമ്പോൾ ഇങ്ങനെ ആട്ടൊന്നുമില്ല കേട്ടോ, കോന് പേടിയാണേ. പക്ഷേ ഇതിപ്പോൾ ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മേനെ കാണുമ്പോൾ അല്ലൂട്ടിന് കുറച്ച് കളി കൂടുതൽ അറിയണം. അമ്മേനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചീത്താറാലൊന്നും അങ്ങോട്ട് യേശൂല. അല്ലെങ്കിൽ ഞാനും കല്യാണിയൊക്കെ പറയുമ്പോഴത്തേക്കും കുറച്ചെങ്കിലും എന്നെക്കാളും പേടി കല്യാണിനെയാണ്. എന്നാലും ഞങ്ങൾ രണ്ടാളും പറയുമ്പോൾ കേൾക്കലുണ്ട്. അങ്ങനെ യേശുവിന് പാലൊക്കെ കൊടുത്തതാ വീണ്ടും യേശുവിനെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വേഗം അപ്പൂൻ്റെ അടുത്തൊക്കെ പോയിട്ടോ. അപ്പോൾ വന്ന് നോക്കുകയാണ് ഏതാ ഈ കുട്ടി ഇവിടെ കിടക്കണമെന്ന്. നോക്കുമ്പോൾ ഇവിടെയാണ്. എന്നിട്ട് തുമ്പി പറയുന്നതിന് മുതൽ യേശുവിനെ ചെറിയമ്മ മുകളിൽ കിടത്തിക്കോ, ഞാൻ ഇവിടെ താഴെ കിടന്നോളാം എന്നൊക്കെ പറയാണ് കേട്ടോ. യേശു എല്ലാവരും കണ്ണിമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഉറങ്ങുന്ന സമയത്ത് ഈറ്റങ്ങളൊന്നും ഇല്ലല്ലോ. ഉറങ്ങി എണീറ്റപ്പോഴത്തേത് ഏറുന്ന എത്ര ആൾക്കാർ എന്നൊക്കെയാണ് കുട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഹേസുവിനെ കളിപ്പിക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞതേ ഓർമ്മയുള്ളൂ. അപ്പോഴത്തേക്ക് തുമ്പമ്മ അച്ഛനെ ആനയാക്കിയിട്ടുണ്ട് കേട്ടോ. തുമ്പമ്മ ഇട്ടിരിക്കുന്ന ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ റീസെൻ്റ്ലി നമ്മളൊരു കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവാനിയ ഡിസൈൻസ് ഉള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് കേട്ടോ ആ ഫ്രോക്ക് നൈറ്റീസൊക്കെ അയച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇപ്പം ഞാൻ അധികവും ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പോലും ഞാൻ വീട്ടിൽ നിന്ന് ഇതാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ. ഭയങ്കര കംഫർട്ടുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നേ. ചായയൊക്കെ കുടിച്ച് ഇനി പയ്യെ നമുക്ക് റെഡി ആവണം. കാരണം ഒരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ കേക്കൊക്കെ ആ സമയത്തേക്ക് എത്തിക്കാനാണ് അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേക്കും തുമ്പമ്മ പറഞ്ഞു എനിക്ക് ഉറങ്ങണമെന്ന്. അത് നെഞ്ഞത്തെ റെഡി കിട്ടിയ പോലെയായിരുന്നു ഗൈസ് എനിക്ക്. ഇനി ഇവൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇവക്കൊരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ഉറങ്ങിയാലേ ഇവൾ ഉറക്കം പൂർണ്ണമാവുള്ളൂ. പക്ഷേ ഇപ്പോൾ അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അതിനുള്ളൊരു ടൈമില്ല. ഇപ്പം തന്നെ ഒരു 5:15 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഉറങ്ങിയാൽ എന്താവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ കുട്ടി ഉറങ്ങി, ഇനി വേറെ രക്ഷയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുകളിൽ റെഡി ആവാനൊക്കെ വേണ്ടി വന്നു. അപ്പോൾ അമ്മയും ഉണ്ണിയച്ഛനൊക്കെ ഇതാ നമ്മളെ ഈ ഒരു ബാൽക്കണി, നിങ്ങൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോഴായിരിക്കും ഇപ്പോൾ ഈ ബാൽക്കണിയൊക്കെ ഇങ്ങനെ കാണണ്ടാവില്ലേ. നമ്മളധികം അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാത്തൊരു ഏരിയ ആണത്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഒരു പുറത്തേ നോക്കി ഇരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും തുമ്പമ്മേനെ കൊണ്ടുവന്ന് റെഡിയാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം എനിക്ക് അതിനൊന്നൊരു സമയവും ഒരു മൂഡും ഒന്നും അല്ലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അമ്മ അതൊരു സാരി കൊടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അത് ഇഷ്ടമായില്ല. അങ്ങനെ അമ്മേനെ കൊണ്ട് ആ സാരി മാറ്റിച്ച് വേറെ സാരി ഉടുപ്പിച്ച് ഞങ്ങൾ പിന്നെ തുമ്പമ്മേനെ റെഡിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തുമ്പീൻ്റെ ഫ്രോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക്
ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാണ്. ഞാൻ പേജ് ഇവിടെ പിക്കിൽ കൊടുത്തേക്കാം. സ്റ്റാൻവെൽ കിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് കേട്ടോ ഇത് അയച്ചു തന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആൻഡ് ഈ ഒരു കളറ് തുമ്പമ്മയ്ക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പം അതും നല്ല സെറ്റായിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അവർ ഹാൻഡ് വർക്കാണ് കേട്ടോ ഫ്രോക്കിൽ ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ്ങും എല്ലാം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുത്ത ആ ഒരു മോഡൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരുടെ പേജ് കയറി നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് കളക്ഷൻസിനുള്ള ഒരു അടിപൊളി പേജുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് തുമ്പമ്മേനെ പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ലൈക്ക് എല്ലാവരും ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും തുമ്പീനെ വേറെ റെഡിയാക്കി ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്ന് കുറച്ച് പിക്സ് എടുക്കാം, ഈ ഡ്രസ്സിലൊക്കെ കുറച്ച് പിക്സൊക്കെ എടുക്കാം എന്നൊക്കെയുള്ള പ്ലാനിലാണ്. അങ്ങനെ ഓളെ പിടിച്ച് നിർത്തി കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. തുമ്പമ്മയുടെ സ്വഭാവം എങ്ങനെയാ വെച്ചാൽ ഓക്ക് തോന്നണം, അതായത് വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചില സമയം ഓൾ ഭയങ്കരമായിട്ട് നമുക്ക് പോസ് ചെയ്ത് നമ്മൾ പറയുമ്പോഴൊക്കെ നിന്നിട്ട് കേട്ടോ. ചില സമയം ഓക്ക് ആ മൂഡ് ഓഫ് അങ്ങോട്ട് ആയാണ്ടല്ലോ എൻ്റെ രമണോ, പിന്നെ ഒരു ഫോട്ടോ കിട്ടണമെങ്കിൽ മനുഷ്യൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മറ്റേ വെള്ളത്തുണിയും എന്തോ എടുത്തോളൂ എന്നെ പുതപ്പിക്കുക എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു ഞാനുണ്ടായിരുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് കൊടുക്കാത്ത ഓഫേഴ്സ് ഇല്ല, മിഠായി അത് ഇത് എന്ത് ഈ പഞ്ചായത്ത് മൊത്തമുള്ള പേരിൽ എഴുതി കൊടുക്കാന്നുള്ള ലെവലിലായിരുന്നു എൻ്റെ ഓരോ വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടി. കുറച്ച് നേരം കഴിഞ്ഞത്തെ മുപ്പത്തിൻ്റെ മൂഡ് നൈസായിട്ട് മാറി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനിയും ഇപ്പോൾ ഫോട്ടോ എടുത്ത് നിന്നിട്ടുമ്പോൾ തന്നെ പണി കിട്ടുക. കാരണം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്തേക്ക് എന്താവുമ്പോൾ സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല എന്ന്. പിന്നെ ഒന്നാമത് ഉറക്കവും ശരിയായില്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് ആവിടുണ്ടായിരുന്നു കേട്ടോ ഉറക്കം വന്നിട്ട്. പക്ഷേ നമ്മളെ ക്യാമറമാൻ ആണെങ്കിൽ സെറ്റായിരുന്നു. നമ്മളെ നവരാത്രീൻ്റെ ഷൂട്ടൊക്കെ ചെയ്ത ഒരു ബ്രോ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഋഷി ബ്രോ നല്ല അടിപൊളിയായിട്ട് അവളെ കൈകാര്യം ചെയ്ത്, അപ്പോൾ വലിയ മുഷിപ്പിക്കാത്ത രീതിയിൽ അവളെ സെറ്റാക്കി എടുത്തോണ്ട് തന്നെ അവൾ കുറച്ച് നേരമൊക്കെ നമുക്ക് അങ്ങോട്ട് പോസ് ചെയ്യാനൊക്കെ നിന്ന് തന്നു. സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചപ്പോൾ ഡൈനിങ് ഹാളിൽ ഈ സെറ്റ് ഇടാം എന്നായിരുന്നു, കാരണം കുഞ്ഞ് സെറ്റല്ലേ, അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിൽ ഇടാൻ വിചാരിച്ചു. അപ്പം ഇത്തയാണ് പറഞ്ഞത് നമുക്ക് പോർച്ചിൽ തന്നെ സെറ്റ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോർച്ചിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോർച്ചിൽ തന്നെ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഇവിടെ സെറ്റാക്കി കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഫാമിലി കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും നിൽക്കാനും പിന്നെ അവളെ ഷൂട്ട് ചെയ്യാനും ഒക്കെ ഒന്നൊരു ഈസിയായി. ഡൈനിങ് ഹാളാണ് ഇത്രയ്ക്കൊന്നൊരു സൗകര്യം ഉണ്ടാവില്ല തന്നെയാണ് നമ്മൾ ആ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. ഈ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഷോ ഓഫ്, അത് പിന്നെ അവളെ മമ്മിയുടെ സ്വഭാവം കിട്ടാതിരിക്കില്ലല്ലോ, അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടി പുതിയ ഡ്രസ്സ് കിട്ടിയതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ബോയും കൊണ്ടിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് നേരം ഓള് വെക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓളെ മൂഡ് മാറ്റേണ്ട വെച്ചിട്ട് ഞാൻ ആദ്യം അത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ചുട്ടിയൊക്കെ ഒക്കെ വെച്ച് കൊടുത്തത് ഓളെ നിർബന്ധ പ്രകാരമാണ് കേട്ടോ. കാരണം ഇപ്പം പണ്ടത്തെ പോലെയല്ല, നമ്മൾ പറയുന്ന മാത്രം കേട്ടിരിക്കുന്ന കുട്ടിയൊന്നുമല്ല, ഓക്കും ചില നീഡ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കാതെ ഒന്നും പിന്നെ ഓളെ നല്ല മൂഡിൽ ഇങ്ങോട്ട് കിട്ടൂല. പിന്നെ റീനമ്മ ഉണ്ടായിനി, മോളെ അതുകൂടെ വെച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ചുകൂടെ ഇങ്ങനെ കയ്യിൽ വളയില്ലായിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു. കയ്യിൽ കുറച്ച് നീല വളയും കൂടെ വേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട അമ്മ എത്ര മതി, ഇനി ഓള് കേൾക്കാതെ പറഞ്ഞാൽ അതും കൂടെ പ്രശ്നമായിരിക്കും. ലാസ്റ്റ് നിമിഷം അവൾ പറയണ്ടേ എനിക്ക് നെയിൽ പോളിഷ് ഇട്ടിയില്ല എന്നാണ് കേട്ടോ കുട്ടി പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്നാലിട്ട മെഹന്തി പോയി എനിക്ക് ആ നെയിൽ പോളിഷ് ഇട്ടിയില്ല തുടങ്ങി കുറേ ആവശ്യങ്ങൾ. ലാസ്റ്റ് അവളെ മൂഡൊന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് അവളെ ഗിഫ്റ്റിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഡോൾ ഉണ്ടായിരുന്നേ, ഇത് അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു കേട്ടോ. ഇത് ഉണ്ണിയച്ചൻ്റെ കസിൻ സിസ്റ്റർ ഉണ്ട് ജയശ്രീ ആൻറ്റി. ഇപ്പോൾ ജയശ്രീ ആൻറ്റി കൊടുത്തയച്ചതാണ് കേട്ടോ അവൾക്ക് ഗിഫ്റ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി പറഞ്ഞു സ്റ്റേജ് വിട്ടോളൂ, ഇനി മമ്മി ഒന്ന് റെഡി ആവട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഇനി ഞാൻ സ്റ്റേജ് കയ്യേറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് നമുക്ക് വെസ്റ്റിഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ പേജിൽ നിന്നാണ് അയച്ചു തന്നിരിക്കുന്നത്. നമ്മൾ കുറേ മുൻപ് തൊട്ടേ അവിടെ നിന്നുള്ള സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റംസ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും തുമ്പി ഒരു മം ഡോട്ടർ കോംബോ ചെയ്തിട്ടുണ്ട്. പിന്നെ ധാവണീൻ്റെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ റീസെൻ്റ്ലി ആണെങ്കിലും കുറേ നമ്മൾ അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് സ്റ്റിച്ചിങ് ഒക്കെ കേട്ടോ. അവരുടെ പേജ് ഞാനിവിടെ കൊടുത്തേക്കാം. അത് കഴിഞ്ഞ് പിന്നെ ഇതാ റീനമ്മയും ഉണ്ണിയച്ചനും കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. തുമ്പമ്മയുടെ മൂഡ് മാറുന്നതിന് മുന്നേ കുറച്ച് പിക്സൊക്കെ വേണം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്ന് എടുത്തതാണ് കേട്ടോ. തുമ്പീനെ പിന്നെ നമുക്ക് നിർത്താം, പക്ഷെ അല്ലുട്ടനുണ്ടല്ലോ നമുക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലുട്ടൻ പണ്ടത്തെ പോലെയല്ല, ഇപ്പം ഇച്ചിരി കൂടെ കുറുമ്പ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ മൂപ്പർക്ക് വലിയൊരു താല്പര്യമില്ല. മൂപ്പരെന്നെ നേരത്തെ പറഞ്ഞു ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ പറയാം എവിടെ പോയാലും ഫോട്ടോ വീഡിയോ തന്നെ അവിടെ ഒരു പരിപാടിയുള്ളൂ നോക്കിയാണ് മൂപ്പര ഡയലോഗ് കേട്ടോ. തുമ്പിക്കാണെങ്കിൽ ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം. ഇപ്പം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാലും ഞാനൊക്കെ ഇരുന്ന ഒരു ഫോട്ടോ വീഡിയോ എടുക്കുമ്പോൾ തുമ്പി ഓടി വരും, അമ്മ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിന് വേണ്ടി അല്ലൂസിന് നമ്മളൊരു 10 വട്ടം വിളിച്ചാൽ ഒരു പ്രാവശ്യം വന്ന് നിൽക്കുമ്പോൾ തന്നെ ആർക്കെങ്ങാനോ വേണ്ടി ഏറെ ഏതോ മനുഷ്യന്മാരെ കൂടെ വന്ന് ഫോട്ടോ എടുക്കുന്നൊരു ഫീലാണ് മൂപ്പര മുഖത്ത്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഓഫറാണ് കൊടുക്കണം, ഒന്ന് ചിരിക്കടോ ഇങ്ങനെ പറഞ്ഞാൽ ഓൻ്റെ വയ്യാലെ കൂടുമ്പോൾ വല്ലപ്പോഴും ഒന്ന് ചിരിച്ചാലായി. അതാണ് ഓൻ്റെ ഒരു മൈൻഡ് സെറ്റ് കേട്ടോ. അപ്പോൾ വൈശാട്ടിനാണെങ്കിലും കുറേ ഫോട്ടോയും വീഡിയോ എടുത്ത് നടക്കുന്നൊന്നും ഏട്ടന്, ഞാൻ നടക്കുന്നതൊന്നും കുഴപ്പമില്ല. ഏട്ടൻ ഇങ്ങനെ കുറേ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അങ്ങനെ ചിന്താഗതിയുള്ളൊരു മനുഷ്യനല്ല. പക്ഷേ എടുത്തു കഴിഞ്ഞിട്ട് രാത്രിക്കാകുമ്പോൾ ഇങ്ങനെ മെസ്സേജ് വരും, ദൃശ്യ ആ ഫോട്ടോ ഒന്ന് വയ്ക്കുമോ, ദൃശ്യ ആ വീഡിയോ ഒന്ന് വയ്ക്കും. അപ്പോൾ ഞാൻ എന്തേനു, കാരണം പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ഓള് തുടങ്ങിയെന്നാണ് പറയാം കേട്ടോ. പക്ഷെ എന്നാൽ ലാസ്റ്റ് എല്ലാവർക്കും അത് വേണാനും, എന്താ ചെയ്യല്ലേ.
എനിക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ് കേട്ടോ, ഈ ഒരു വള്ളിയില്ലേ ഇത് ഉള്ളിലിടേണ്ടതാണോ പുറത്തിടേണ്ടതാണോ? കാരണം ട്രെൻഡായിട്ട് എല്ലാവരും പുറത്തിട്ട് നടക്കണേയും കാണാം, പുറത്തിട്ട് കഴിഞ്ഞാൽ താഴെ വരെ തൂങ്ങി കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ അത് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കുത്തി ശരി വെക്കലാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫാമിലി പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പിക്ക് എടുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കും. കാരണം ഒരാളപ്പുറത്തേ നോക്കും, ഒരാളിപ്പുറത്തേ നോക്കുന്നു എന്നിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം കൂടെ നിന്ന് പിന്നെ പൊന്നൂസിനെയും വിളിച്ച് ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അങ്ങനെ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ണിയച്ഛനും റീനമ്മയ്ക്കും പത്തനംതിട്ടയ്ക്ക് പോകാൻ, പൊന്നൂസിന് വയനാട്ടിലേക്ക് പോകാൻ. എല്ലാവരും ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം പോകാൻ. അതുകൊണ്ട് നമുക്ക് അധികം ലേറ്റ് ആക്കാനും പറ്റില്ല. അപ്പോൾ കുറച്ച് പിക്സൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ ഈ മെയിൻ പരിപാടിയിലേക്ക് കടക്കുകയായിരുന്നു. ഇവിടെ കാര്യമായിട്ട് ഫോട്ടോ എടുപ്പും ഈ ലൈറ്റും ഒക്കെ കണ്ട് യേശു ഇങ്ങനെ അന്താളിച്ച് നോക്കി എന്തപ്പോൾ വീട്ടിൽ നടക്കണമെന്നുള്ള മട്ടേനു കേട്ടോ. പിന്നെ അവരെല്ലാവരും പാടെ നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാൻ കേട്ടോ. അതായത് അച്ഛനും അച്ഛമ്മയും പേരക്കുട്ടികളും കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുപ്പാണ് അടുത്തതായി കാണാൻ പോകുന്നത്. അതിനും അല്ലൂട്ടനെ വിളിച്ച് ഇങ്ങനെ നിർത്തണം കേട്ടോ. മൂപ്പർക്ക് പിന്നെ മക്കളെ കൂടെ എടുക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അല്ലൂട്ടനെ കാണുമ്പോഴത്തേ യേശു അങ്ങോട്ട് കളിപ്പിച്ചിരിക്കാൻ തുടങ്ങും. പിന്നെ ഞങ്ങളുടെ പ്രകടനമായിരുന്നു, അതായത് ഓരോന്ന് ചിരിച്ചു കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് അല്ലൂസ് ഇവിടെ നോക്ക്, തുമ്പി ഇവിടെ നോക്ക് എന്ന് പറയുമ്പോഴത്തേ യേശു ഇടയ്ക്ക് നോക്കും. അപ്പോൾ യേശുവിനെ കളിപ്പിക്കാൻ വേണ്ടി വേറെ കളിക്കും. അങ്ങനെ അവസാനം ഞങ്ങൾ ഒരുമാതിരി ഇപ്പം ഞാൻ ഭയങ്കര അലമ്പു കല്യാണം നോക്കിയോണ്ടേ ഭയങ്കര ഡീസൻ്റ് ആയിട്ടേക്ക് നിൽക്കുന്നുണ്ടാവും കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഇവർക്ക് ഇതിൻ്റെ പേരിൽ ട്രോൾ കിട്ടിയതാണല്ലോ. അതുകൊണ്ട് ഇത്തവണ ഞാൻ എടുത്തോട്ടെ വെച്ചിട്ടേക്കും പെണ്ണ് മിണ്ടാണ് ഇരുന്നുണ്ടാവുക. പിന്നെ അച്ഛനും ഇളയമയും കൊലയിലൊക്കെ വന്നിരുന്നപ്പോൾ ഓരോരുത്ത് നിർത്തിയിട്ട് ഒരു ഫോട്ടോയൊക്കെ നമ്മൾ എടുപ്പിച്ചു കേട്ടോ. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ ചതുർത്തി കണ്ട മട്ടിലാണ് ഇളയമ ഓട് കേട്ടോ. എന്നാലും പിടിച്ച് നിർത്തി ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ എടുപ്പിക്കും കേട്ടോ. പിന്നെ വിടൂലല്ലോ നമ്മൾ. ഈ ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ മെമ്മറീസ് ആണ്. ലൈക്ക് നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴാണെങ്കിലും നമ്മളെ പിള്ളേർക്കും ഒക്കെ എടുത്ത് നോക്കാനും നമുക്ക് തന്നെ ഒന്ന് നമ്മുടെ ഓൾഡ് മെമ്മറീസ് എടുത്ത് നോക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ അല്ല ഈ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക എന്നൊക്കെ ഉള്ളത്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ അച്ഛൻ എന്നെ വിട്ടു പോകേണ്ടല്ലോ. അച്ഛൻ എപ്പോൾ കാണാൻ തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ എടുത്ത് നോക്കും. അതിൽ ആടെ ഇവിടെയൊക്കെ അച്ഛനെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ അത്. അപ്പോൾ അന്ന് അങ്ങനെ എടുക്കാൻ തോന്നിയത് നന്നായി സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അപ്പം എൻ്റെ അല്ലുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കും അച്ഛൻ അങ്ങനെയാണ്. അച്ഛൻ വന്നു കഴിഞ്ഞാൽ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം അച്ഛൻ ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡെക്കറേഷൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു. കേക്ക് നമ്മുടെ സെയ്ക്ക ബേക്സ്, കെട്ടാങ്ങളുള്ള സെയ്ക്ക ബേക്സ് എന്നായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല, അതായത് ഭയങ്കര സ്റ്റാൻഡേർഡ് ഒരു ഫീലുള്ളൊരു കേക്കായിരുന്നു. ആൻഡ് ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയായിരുന്നേ. തുമ്പമ്മ നല്ല ചിരിച്ചേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അല്ലോട്ടെ നമ്മൾ എത്ര കൂട്ടിപ്പിടിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും മൂപ്പർക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഇതൊന്നോളം മുറിച്ച് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തുനിന്ന് വരണ്ടി തിന്നാന്നുള്ളതാണ് മൂപ്പരെ മനസ്സിലൂടെ പോടിക്കൊണ്ടിരിക്കുന്നത്. തുമ്പമ്മ ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഇത് കേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിന്നാലോ ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് കേക്ക് കേട്ടോ. ഈ ഒരു കേക്ക് മൊത്തം വേണമെങ്കിൽ ഒരു ഒറ്റ ഇരിപ്പിനോട് ഇരുന്ന് കഴിക്കും. അത്രയും ഇഷ്ടമാണ്. എല്ലാവരും കൊടുക്കുമ്പോൾ നമ്മൾ മക്കൾക്ക് ചെറിയതായിട്ടൊരു മടുപ്പുണ്ടാവില്ലേ, അങ്ങനെയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും കേക്ക് തരാം, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ള മട്ടാണ് കേട്ടോ. അത്ര നല്ലതല്ലാന്ന് എനിക്കും അറിയാം, എന്നാലും ഓക്കത് ഭയങ്കര ഇഷ്ടമാണ്. കട്ടയാണ് അവിടെ വീഡിയോ കോളിലുള്ള കേട്ടോ. ഹേസു കാര്യമായിട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഹേസുവിന് ഈ നാവ് പുറത്തേക്കിട്ട് ചിരി കുറച്ച് കൂടുതലാണ് കേട്ടോ. കാണാൻ ക്യൂട്ടാണ്, എന്നാലും ഞങ്ങൾ ഇടയ്ക്ക് കളിയാക്കും. അങ്ങനെ ഓളയും കൂട്ടി ഞങ്ങൾ ബാക്കി കേക്ക് കൂടെ കട്ട് ചെയ്ത് ഹേസു തുമ്പി ചേച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ. തുമ്പി ചേച്ചി എന്ന് വിളിക്കുന്നത് ഭയങ്കര ഇതാണ് കേട്ടോ. ഹേസുവിൻ്റെ ചേച്ചിയാണ്, ഭയങ്കര ചേച്ചികളിയാണ് കേട്ടോ. അങ്ങനെ ഇതാകുമ്പോൾ അല്ലോട്ടനും കൊടുത്തു. അല്ലോട്ടനാണെങ്കിൽ ചെറിയൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരത്തെ ഒരു വാശീൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. കാരണം നമ്മളെ തുമ്പമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് ഇപ്പം തന്നെ മൂപ്പർക്ക് അൺബോക്സ് ചെയ്യണം, ഇപ്പം തന്നെ അത് വെച്ച് കളിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് വാശി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നേ. പക്ഷേ മെല്ലെ ഇന്നൊക്കെ ഡിവേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. പിന്നെ നമ്മളെല്ലാവരും കേക്ക് കൊടുക്കുന്ന ചടങ്ങിലേക്ക് കടന്നു കേട്ടോ. അപ്പം അച്ഛനും ഉഷമ്മയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം പാച്ചുവച്ചൻ ഉഷമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. എന്നാൽ മണാശ്ശേരി ഒരു റിസപ്ഷനൊക്കെ പോയിട്ട് ആരൊക്കെയോ വന്ന് സംസാരിച്ചു. നമ്മളൊരു ഫാമിലിയിലുള്ള ആൾക്കാരെ കണ്ട ഒരു സന്തോഷമായിരുന്നു എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അച്ഛനും അമ്മ എവിടെ പോയാലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു 1-2 ആൾ മിനിമെങ്കിലും വന്ന് ഓരോരുത്തർ സംസാരിക്കുന്നു പറഞ്ഞിട്ട് അവർക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ തുമ്മമ്മയ്ക്ക് കേക്കൊക്കെ കൊടുത്തു. തുമ്മമ്മ പിന്നെ എത്ര കിട്ടിയാലും നമുക്ക് മടുക്കാത്തതുകൊണ്ട് എല്ലാവർക്കും വന്ന് കൊടുക്കാനും പറ്റിയിട്ടാണ്. നമ്മൾ കുറച്ചുകൂടെ പിക്സ് ലാസ്റ്റിലേക്ക് എടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ എൻ്റെ കണ്ണ് മൊത്തം ആ ഫ്രോക്കിലായിരുന്നു കേട്ടോ. ഫ്രോക്കിലൊന്നും ആവല്ലേ എന്നുള്ളതായിരുന്നേ. അങ്ങനെ തുമ്പമ്മയ്ക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മേലൊക്കെ തുറക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, ഫ്രോക്കിലാവില്ലേ, കാരണം ഇനിയും ഫോട്ടോസ് എടുക്കാനുണ്ട്, ബോ വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടില്ല എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ അമ്മ കേക്ക് കൊടുത്ത്. അങ്ങനെ നമ്മുടെ തുമ്പമ്മയ്ക്ക് 3 വയസ്സായി കേസ്. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്രാവശ്യത്തെ പ്രവേശനോത്സവത്തിൽ തുമ്പമ്മേനെ അംഗനവാടിയിൽ വിട്ട് തുടങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്താകും എന്തോ. ഇപ്പോഴത്തെ ശുഷ്കാന്തിയൊക്കെ കണ്ടിട്ട് തുമ്പമ്മ പോകുന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾ എന്താണ് കുറച്ച് അലമ്പായിരിക്കുന്നതാണ് ടീച്ചർ അന്നിൻ്റെ കണ്ടവ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരുടെ അടുത്തുനിന്ന് വാങ്ങി കഴിച്ചേ. അപ്പോൾ ഫോട്ടോഗ്രാഫർ ഒന്നുകൂടെ കൊടുക്കണ പോലെ കാണിക്കുക വെച്ചാന്ന് പറഞ്ഞപ്പോൾ ഉണ്ണിച്ചൻ ഒന്നുകൂടെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. തുമ്മമ്മയും പിന്നെ അമ്മയും ഒക്കെ കൊടുത്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും വന്നതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ആര് തൃശ്ശൂരാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കമൻസ് അതായിരുന്നു, അതുകൊണ്ട് പറയാൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു. അതാണ് പിന്നെ ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയട്ടെ. നമ്മൾ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തിട്ട് പറയണ വോയിസ് ഒന്നുമല്ല, അതുകൊണ്ട് ഒരു ഫ്ലോയിൽ ഇങ്ങനെ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഐ ആം ദ സോറി അളിയ, നിങ്ങൾ സഹിച്ചേക്ക്.
അങ്ങനെ അപ്പോൾ ഇതാ വന്നിട്ട് കേക്കൊക്കെ കൊടുക്കുന്നുണ്ടോ നന്നായി മെലിഞ്ഞ് ഗൈസ് ഞാൻ അവനോട് അസൂയപ്പെട്ടിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം അവനോട് പറഞ്ഞിട്ടുള്ളൂ വയറൊക്കെ നല്ലോണം കുറഞ്ഞിട്ട് അപ്പൂൻ്റെ അങ്ങനെ പിന്നെ ഇതാ അശ്വിനി കോളേജിൽ നിന്ന് ഡയറക്റ്റ് വന്നതാണ് കേട്ടോ അപ്പോൾ വേഗം പോയി യൂണിഫോം ഒക്കെ മാറ്റി ഓടി വന്നതാണ് പാവം കുട്ടി അതിന് ഇടയിൽ നിൽക്കാനിരിക്കാനൊന്നും നേരം കിട്ടില്ല അപ്പോൾ ഞങ്ങളെ കയ്യിലേക്ക് അവിടെ കിട്ടലേ ഇല്ല മര്യാദയ്ക്ക് സത്യം വരാണെങ്കിൽ അങ്ങനെ ഇതാ തുമ്പം അത് ഓളെടുത്തൊന്നും വാങ്ങി കഴിക്കണ്ടോ അങ്ങനത്തെ മടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ കേക്ക് കൊടുക്കലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയുമ്പോളെ പൊന്നൂസും കൂടിയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കൊടുത്ത് തുമ്പമ്മയുടെ വയറ് നിറഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല ഗൈസ് ഈ പരിപാടി കഴിഞ്ഞിട്ട് വേണം ഒക്കെ ഒന്ന് ഇരുന്ന് തിന്നാന്നുള്ള മട്ടേന് ഓള് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്പമ്മേനെ ബോ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാറുണ്ട് ആടെ ഇരുത്തിയതേ അത് മുതലെടുത്ത് ഞങ്ങളും ഇതാ ബാക്കിൽ പോയി നിന്നൊരു ഫോട്ടോ സെറ്റാക്കാൻ പറ്റുമോ നോക്കുകയാണ് അല്ലുട്ടനെ കുറേ വിളിച്ചപ്പോൾ ഓനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ പൊന്നൂസ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ നിന്നിട്ട് ഫോട്ടോസ് എടുത്തു പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ട്സ് ആയിരുന്നു കേട്ടോ കുറച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളത് പിന്നെ ഞാനും അല്ലുട്ടനും തുമ്പിയും വൈശാട്ടനും ഉള്ളത് അങ്ങനെ കുറച്ച് പിക്സൊക്കെ ലാസ്റ്റിലേക്ക് എടുക്കാൻ പറ്റി പിന്നെ ഞങ്ങളുടെ കളർ ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ഡാർക്ക് ബ്ലൂ തീം പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണെന്ന് തോന്നി ഈ ഒരു കളറിലേക്ക് അപ്പം എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മളിങ്ങനെ ഓരോ ഫംഗ്ഷനും കളർ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു കളർ കോഡൊക്കെ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ഫംഗ്ഷൻ വരുമ്പോഴും ഞാൻ ആദ്യം ആലോചിക്കും ഈശ്വര എന്ത് കളർ ചൂസ് ചെയ്യണം എന്നാണ് കേട്ടോ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്തവണ ഞാൻ ഈ ഒരു ബ്ലൂവിലേക്ക് കടന്നത് ഈ ബ്ലൂ റീസണിൽ ഇപ്പോൾ തുമ്പിക്കൊന്നും അധികം ട്രൈ ചെയ്തൊരു കളറല്ല തുമ്പിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഒരു പിങ്ക് ആൻഡ് ഡാർക്ക് റോസ് ആ ഒരു തീമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഒരു റെയിൻബോ കളേഴ്സ് പോലെയായിരുന്നു ഒരു ലൈറ്റ് വയലറ്റ് ആൻഡ് ലൈറ്റ് ഗ്രീൻ പോലത്തെ ഒരു പീകോക്ക് ബ്ലൂവിൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡൊക്കെ ആയിരുന്നു രണ്ടാമത്തെ ബർത്ത്ഡേക്ക് വന്നത് എന്തായാലും ഇത്തവണത്തെ നമ്മൾ കളർ ചൂസ് ചെയ്തത് വെറുതെ ഇല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം നോക്കിയിട്ടുണ്ടായിരുന്നത് വൈറ്റ് ആൻഡ് നേവി ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു കേട്ടോ പക്ഷെ അതിനേക്കാളും എനിക്ക് ഇത് തന്നെയാണ് ഇഷ്ടപ്പെട്ടത് ഒരു ലൈറ്റ് ഷെയ്ഡിലേക്ക് ഒരു ഡാർക്ക് കളർ വരുമ്പോഴല്ലേ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു കളർ ചൂസ് ചെയ്തത് പിന്നെ ബറാക്ക് അത് നമ്മൾ വിചാരിക്കുന്നതിനും നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് ഫൈനലി ഞങ്ങൾ 4 പേരും കൂടെ ഉള്ളൊരു ഫ്രെയിം കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഫ്രെയിമാണ് ഇത് നല്ലൊരു പിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഗൈസ് അല്ലുട്ടനുണ്ടല്ലോ വൻ ഓഫറൊക്കെയാണ് പൊന്നൂസ് ബാക്ക് എന്ന് പറയുന്നത് വയനാട്ടിലേക്ക് തന്നെ ഞാൻ ബൈക്കിൽ കൊണ്ടുപോവാം ഭയങ്കര റൈഡിന് കൊണ്ടുപോകാം അപ്പോൾ അല്ലൂസ് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകണം കേട്ടോ എന്നൊക്കെയാണ് അവിടെ നിന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ഓഫറൊക്കെ കൊടുത്തിട്ടാണ് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഇരിക്കുന്ന ഇരിപ്പൊക്കെ ഇട്ടൊരു ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നിലത്താണെങ്കിൽ നിലത്ത് നമ്മളിരിക്കും എനിക്കിന്ന് സത്യം പറയുകയാണെങ്കിൽ ഫിസിക്കലി ഞാൻ ഭയങ്കര ഡൗൺ ആയിരുന്നു കേട്ടോ എനിക്ക് തീരെ ഓക്കെ അല്ലായിരുന്നു പക്ഷേ നമ്മൾ ഈ ഒരു ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞാലേ പിന്നെ നമ്മളെ ക്ഷീണം അങ്ങോട്ട് മനസ്സിലുണ്ടാവില്ല പിന്നെ അത് അങ്ങടെ എല്ലാം ആടി തിമിർത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു കിടത്തണം എൻ്റെ അമ്മയെ എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് കേട്ടോ അതുപോലെ ആയിരുന്നു നിന്നുണ്ടായിരുന്നത് ഫുള്ള പരിപാടി കഴിയുന്നവരെ ഞാൻ ഓൺ ആയിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞപ്പോൾ ഇഷും എന്ന് പറഞ്ഞിട്ട് എൻ്റെ എനർജി ഇടയ്ക്കാണ് പോയതെന്ന് അറിയില്ല അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ അവളെ ഇരുത്തിയിട്ടെടുത്തു പൊന്നൂസിൻ്റെ അതിസാമർഥ്യപരമായിട്ടുള്ള ഇടപെടലുകൾ കാരണം നമുക്ക് അവിടെ നിന്ന് കുറച്ച് പിക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേലും പൊന്നൂസിൻ്റെ കുട്ടികളൊക്കെ ഭയങ്കര ഒരു കഴിവുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടുത്തെ കല്യാണി പറയുകയും ചെയ്തു കുറച്ച് ദിവസം ലീവാക്കി ഇവിടെ നിൽക്കടാന്ന് കാരണം ഹേസു ആണെങ്കിലും അല്ലു ആണെങ്കിലും തുമ്പിയാണെങ്കിലും പൊന്നൂസിൻ്റെ വയ്യാലേനോണ്ട് ഞങ്ങൾക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ ഇവർ ചെറുതാകുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നേ അല്ലൂസിനൊക്കെ ഞാൻ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് വീട്ടിലായിരുന്നു എല്ലാവരും അത് കൊറോണ ടൈമായിരുന്നു അപ്പോൾ പൊന്നൂസൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരേനു അല്ലൂസിനെ ഫുള്ള് നോക്കിക്കൊണ്ട് നടന്നത് ഹേസുവിന് പിന്നെ അതാ ആരെടുത്തോളം പൊയ്ക്കോളൂ കേട്ടോ അതായത് ഇപ്പോൾ പരിചയക്കുറവോ കാര്യമൊന്നുമില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അമ്മേനെ ഒന്ന് കാണണം ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടേ ഹേസു ഇതാ ഉണ്ണിയച്ഛനും റീനമ്മയൊക്കെയായിട്ട് വേഗം സെറ്റായി ഇതാ കളിക്കുകയാണ് ഓരോരുത്ത് ഹേസുവിന് 6 മാസമായിട്ടോ ഞാനിതാ പറഞ്ഞത് മക്കളൊക്കെ എന്തോരം പെട്ടെന്നാണ് വലുതാവുന്നതെന്ന് തുമ്പമ്മയ്ക്കൊരു 3 വയസ്സും ഹേസുവിന് 6 മാസവും എന്നൊക്കെ പറയുന്നത് എനിക്ക് തന്നെ ഇവർ ഇത്രയും പെട്ടെന്ന് വലുതായി എന്നൊരു ഫീലാണ് കേട്ടോ അങ്ങനെ ഇതാകുമ്പോൾ പിന്നെ ഫുഡ് അടിയിലേക്ക് കടന്നിട്ടുണ്ട് ബിരിയാണി ചിക്കൻ ഫ്രൈ ഇതൊക്കെയായിരുന്നു നൈറ്റിലെ ഫുഡ് അപ്പോൾ ആദ്യം തന്നെ ഉണ്ണിയച്ഛനോടും റീനമ്മേനോടും ഒക്കെ ഇരുന്നോളാൻ പറഞ്ഞിട്ടോ കാരണം അവർക്ക് പോവേണ്ടതാണല്ലോ അപ്പോൾ പൊന്നൂസും ഒക്കെ ഇരുന്നിട്ടുണ്ട് അവർ കഴിക്കാൻ വേണ്ടി അപ്പോൾ തുമ്മമ്മ വന്ന് പറയാം എനിക്കേടെ ബിരിയാണി എന്നാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ തുമ്മമ്മ അപ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ കൂടെ അയച്ച് തോന്നിലോടത്തൊക്കെ കളഞ്ഞിട്ടുണ്ട് ഓക്ക് പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുമ്പോഴേ മക്കൾക്ക് ഒരു കംഫർട്ട് ഉണ്ടാവുള്ളൂ അങ്ങനെ തുമ്മമ്മയ്ക്ക് പ്ലേറ്റിൽ കൊടുത്തോളം അതിൽ നടന്നും ഇരുന്നും കിടന്നും ഒക്കെ തിന്നുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത ട്രിപ്പിലാണ് ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ ക്യാമറമാനാണ് ആൾക്കും മലപ്പുറത്ത് എത്തണം അപ്പോൾ അവരെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിയട്ടെ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുക എന്നുള്ളത് അച്ഛന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ നോക്കും എൻ്റെ കെട്ടിയോണ്ട് ഇന്നെ പറ്റിയൊന്നും ആലോചിക്കാതെ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക അപ്പോൾ ഞാൻ ഇന്നെ വിളിച്ചാൽ മനുഷ്യ വയ്ക്കും എന്നാൽ ദൃശ്യം എന്നാ മുള്ളേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കണം കണ്ടിട്ട് വെറുതെ പ്രസരങ്ങൾ കാണിക്കാൻ കേട്ടോ അപ്പോൾ അങ്ങനെ ഇവരെല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണെങ്കിൽ പിന്നെ വേണ്ടാന്ന് പറഞ്ഞാലും വിടുവൊന്നുമില്ല അങ്ങോട്ട് കഴിപ്പിക്കണം ഇവിടെ വരുന്ന ആൾക്കാരെ കഴിപ്പിച്ചിട്ടേ അച്ഛനടങ്ങുള്ളൂ അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു നല്ല ഫുഡായിരുന്നു കേട്ടോ നമ്മളെ വീടിനടുത്ത് തന്നെ പപ്പായ എന്ന് പറഞ്ഞിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തത് നമ്മൾ അധികം ഫുഡ് അവിടുന്ന് ഓർഡർ ചെയ്യാറുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു
ലേ റീനമ്മ ജാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മളിതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം അമ്മ ഒന്ന് നോക്കട്ടെ ഞാൻ റെഡിയാണോ നോക്കട്ടെ ഈ എന്തൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് എന്നൊക്കെയുള്ള മട്ടിലാണ് ഉഷമ്മ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇന്ന് എനിക്ക് കമ്മൽ ഞാൻ ഇട്ട കമ്മലില്ലേ അത് എനിക്ക് അശ്വിനി വാങ്ങി തന്ന കേട്ടോ ഗുരുവായൂർ പോയിരുമ്പോൾ. അങ്ങനെ ഇതാ ഹേഷുമോള് മുകളിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റി പാലൊക്കെ കുടിച്ച് വന്നതാണ്. നമ്മളെ ക്യാമറാമാൻമാർ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരേ യാത്രയാക്കി ഇനി ഇമ്പക്ക് ഫുഡ് കഴിക്കണം മെയിൻ പരിപാടി. അങ്ങനെ ഇതാ അപ്പു ഒക്കെ വിളമ്പുന്നുണ്ട്. നമ്മളിരിക്കട്ടെ എന്നിട്ട് നമ്മളും കൂടെ ഫുഡ് കഴിച്ചിട്ട് വേണം അമ്മയ്ക്കും ഉണ്ണിയച്ഛനും ഒക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പുവാണ് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യാം അപ്പു മനസ്സും 2 ദിവസം ഉടക്ക് അമ്മേ ഈ സാരിക്കില്ലേ. അങ്ങനെതാ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിയപ്പോഴത്തേക്ക് ഇതാ അമ്മയും ഉണ്ണിയച്ഛനും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തുമ്പമ്മേനോടും അല്ലൂട്ടനോടും എല്ലാവരോടും യാത്ര പറയുകയാണ്. അപ്പോൾ തുമ്പിക്ക് സങ്കടമാണ് കേട്ടോ. ഇവർ വന്ന് പോവുക പറയുമ്പോൾ ആകെ ഒരു ഗ്ലൂമിയാണ് എൻ്റെ കുട്ടി. അപ്പോൾ ഇനി വേഗം വരട്ടോ പത്തനംതിട്ടയിലേക്ക് വരണം അങ്ങനെയൊക്കെ പറഞ്ഞ് പോകാട്ടോ. അപ്പോൾ കുട്ടി അങ്ങോട്ടോ ഓക്കെ ആയിട്ടാ. അപ്പോൾ അമ്മ ഉമ്മയെ കൊടുക്കുമ്പോൾ എനിക്ക് പൈസയൊന്നും ഇല്ലേന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഇവർ പഠിപ്പിച്ച ശീലമാണ്. എപ്പോൾ തിരിച്ചു പോകുമ്പോഴും എന്തെങ്കിലും മുട്ടായി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കയ്യിലൊരു പൈസ കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ശീലമാക്കരുതെന്നൊക്കെ അമ്മേനോട് പറയുകയാണ്. അങ്ങനെ തുമ്മമ്മേനോടൊക്കെ യാത്ര പറഞ്ഞു. എനിക്കും ഇനി സങ്കടാവും. ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നറിയില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം എനിക്ക് ഉറപ്പായിരുന്നു തുമ്പീൻ്റെ ബർത്ത്ഡേക്ക് വരും എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം പോകുമ്പോൾ ഇനിയിപ്പോൾ എപ്പോഴാണ് വരിക എന്നറിയില്ല. എന്തായാലും ഇനി വൈശാഖം പോണതിന് മുമ്പ് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പം നോക്കാം. ഇനി അങ്ങനെ ഇവരുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞ് പോകാണെന്ന് വെച്ചാൽ എല്ലാവരോടും യാത്രയൊക്കെ പറയാണ് കേട്ടോ. അപ്പം ഇനി അവർ പോയി വരട്ടെ. അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ യാത്ര. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ തലറങ്ങുക. അയ്യോ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ദൂരം ആലോചിക്കുമ്പോഴാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനാകുമ്പോൾ പിന്നെ വലിയ സീനില്ല. കാറിൽ ഇനി ഞാൻ വരില്ല. എനിക്ക് ട്രെയിനേ ഇനി സെറ്റാവുള്ളൂ. അപ്പോൾ അമ്മയ്ക്കുണ്ടല്ലോ ഇനി എത്ര എല്ലാവരോടും യാത്ര ഉണ്ടല്ലോ അല്ലൂട്ടനോട് 10 വട്ടം പറഞ്ഞില്ല ഒരു സമാധാനം ഉണ്ടല്ലോ കേട്ടോ. അമ്മയ്ക്ക് ഒരു ഇച്ചിരി സോഫ്റ്റ് കോർണർ കൂടുതൽ അല്ലൂട്ടനോടാണ്. അത് അല്ലൂട്ടൻ എപ്പോഴും ഇവിടെ എല്ലാവർക്കും അതെ. അല്ലൂട്ടൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് പേരക്കുട്ടിയല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കൺസിഡറേഷൻ അവൻ്റെ അടുത്ത് ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം ഞാൻ പറയാം മക്കൾക്ക് മാത്രമല്ല എനിക്കും തന്ന അപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ. ചോദിച്ച് വാങ്ങേണ്ട അവസ്ഥയാണ് കേസ്. അങ്ങനെ ഇതാ അവർ ഇറങ്ങുകയാണ്. അപ്പം ഇനിയിപ്പം അടുത്ത വരവിന് കാണാം. അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. അങ്ങനെ നമുക്ക് അവരുടെ യാത്രയാക്കാം. എന്നിട്ട് വേണം എനിക്കിതൊക്കെ നയിച്ച് പറഞ്ഞ് ഇടയും കയറി കിടക്കാൻ എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഹേശു മോളോടും യാത്ര പറയുകയാണ്. ഹേശു കാര്യമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇന്നത്തെ ബർത്ത്ഡേ എന്തായാലും ഹാപ്പി ആയിട്ട് നമ്മൾ ചെറിയ രീതിക്കാണ് കഴിച്ചതെങ്കിലും ഹാപ്പി ആയിട്ട് തന്നെ എല്ലാം നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും വന്നതിലൊക്കെ. പിന്നെ നമ്മൾ ആരെയും വിളിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ക്ലോസ് വൺ ആയിട്ടുള്ള ഒരുപാട് പേര് ഇതിൽ മിസ്സാണ് അറിയാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു വലിയൊരു പരിപാടി ആക്കി നടത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ കേസുവിൻ്റെ 1ാം പിറന്നാളൊക്കെ അടിപൊളിയാക്കി നടത്താമല്ലോ. അങ്ങനെ അപ്പോൾ അവരിറങ്ങുക. പൊന്നൂസ് യാത്ര പറഞ്ഞിറങ്ങുക. അപ്പോഴത്തേക്ക് അല്ലൂട്ടൻ്റെ മുഖമൊക്കെ മാറിക്കുന്നു കേട്ടോ. അല്ലൂട്ടൻ ഇങ്ങനെ പറയണം അമ്മേ ഞാനും പോട്ടെ പൊന്നൂസിൻ്റെ കൂടെ എന്നൊക്കെയാണ് അല്ലൂട്ടൻ കുറച്ച് നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാ ഇവക്കും ഈ ശീലം പഠിപ്പിക്കുകയാണ്. പോകാൻ നേരത്തെ ഒരു പൈസ ഓളും വേഗം വാങ്ങിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ സ്വയം വാങ്ങി കൊടുക്കുന്നുണ്ട്. എന്നാൽ പിടിച്ചോ കിട്ടണോ വേഗം പിടിച്ചോ എന്നുള്ള വട്ടിൽ കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തൊട്ടേ ശീലമായിട്ട് നിങ്ങൾ എല്ലാം തുമ്പി എനിക്ക് കാത്തിരിക്കും കേട്ടോ. ഇനി വീട്ടിൽ പോയി ഇറങ്ങുകയാണെങ്കിലും ഇവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിലും ഒക്കെ വെറുതെ അത് ഒരിത്. പക്ഷേ എനിക്ക് തരുമെന്ന് വെച്ചാൽ ഇല്ല. വൈശാട്ടോടെ ഇല്ലാത്തപ്പോൾ എനിക്ക് തരല്ലേ വൈശാട്ടിന് കൊണ്ട് കൊടുത്താൽ കേട്ടോ. എന്നിട്ട് ഞാൻ ഇരന്ന് വാങ്ങും. തടാ അമ്മയ്ക്ക് തടാ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു സമ്പാദ്യം ഉണ്ടാവില്ലേ. എനിക്കുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവർ ഭായി പറഞ്ഞ് പോവാണ്. എല്ലാരും ബായ് പെരിങ്ങളം എല്ലാരും ബായ് ഇതാണ് ഉണ്ണിയച്ഛനോട് ബായ്.
അങ്ങനെ ഇതാ ഓരെല്ലാവരും കൂടെ ഇറങ്ങി. രാത്രി ഒരു 9-9:15 ആകുമ്പോഴാണ് കേട്ടോ ഇറങ്ങണത്. 10:30 എങ്ങാനാണ് അമ്മയുടെ ട്രെയിൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഇതാ അശ്വിനി വീട്ടിലേക്ക് പോകാൻ നോക്കും. നാളെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. പിന്നെ ഒരുപാട് പേര് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ എല്ലാത്തിലും നമുക്ക് ഒരുപാട് മെസ്സേജസ്, കമൻസ് മെൻഷൻ ചെയ്ത് സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും ഒത്തിരി താങ്ക്സ്. നമ്മൾ ഇത്രയും സ്നേഹിക്കുന്നതിന്. പരമാവധി ഞാൻ റിപ്ലൈ തരാൻ നോക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആർക്കെങ്കിലും റിപ്ലൈ തരാൻ വിട്ടുപോയിട്ടുണ്ട്. ഐ ആം റിയലി സോറി. അറിഞ്ഞുകൊണ്ടല്ല, അത്രയും പേരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി, സീ യു, ബൈ.